ഹായ് ഹലോ വെൽക്കം ടു നോർഡിക്. നമസ്കാരം. ഇന്ന് നമുക്ക് ഡ്രൈഡ് മാംഗോൻ്റെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ അത്ര പ്രത്യേകത മാമ്പഴ പുളിശ്ശേരിക്ക്, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ എന്ന്. ഇവിടെ സ്വീഡനിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് നല്ല പഴുത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ ഒന്നും കിട്ടില്ല. അഥവാ കിട്ടുവാണെങ്കിൽ തന്നെ ഏഷ്യൻ സ്റ്റോഴ്സിലാണ് ഈ മാംഗോ നല്ല പഴുത്ത നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മാംഗോ കിട്ടുക. അതിനാണെങ്കിൽ ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇവിടെ അടുത്ത് ഹെം ഷോപ്പിൽ പോയപ്പോൾ ഡ്രൈഡ് മാംഗോ എന്ന് പറഞ്ഞിട്ടൊരു പാക്ക് ഇരിക്കുന്ന കണ്ടു. അധികം റേറ്റൊന്നുമില്ല, 25 ക്രോൺസാണ് അതിന് വന്നത്. അപ്പോൾ ചുമ്മാ ഒരു ഐഡിയ തോന്നി എടുത്ത് യൂസ് ചെയ്ത് നോക്കിയാലോ. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, ഗമ്മിയായിരിക്കും ചുവിയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ കൊണ്ടുവന്ന് എടുത്ത് ഉണ്ടാക്കി നോക്കിയതാണ്. അത് കൊണ്ടുവന്നു പാക്കറ്റിൽ നിന്ന് എടുത്ത് മാംഗോസ് കട്ട് ചെയ്തു, ഒരു പാത്രത്തിലോട്ടിട്ടു. ഉപ്പ്, മുളക് പൊടി, ഞാൻ കുറച്ച് ഡ്രൈഡ് ജിഞ്ചർ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് കുരുമുളക് ക്രഷ്ഡ് പെപ്പർ ഇട്ടു, കുറച്ച് ഓയിലൊഴിച്ച് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ച് നന്നായി ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു. കുറച്ച് ടൈം എടുത്തു, ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ഡ്രൈഡ് ആയിരുന്നു. അത് കാരണം കൊണ്ട് നമ്മളുടെ ആ ഒരു സ്മൂത്ത് ടെക്സ്ചറിലേക്ക് അപ്പോഴും എനിക്ക് എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഗമ്മിയായിരിക്കും ചൂവിയായിരിക്കും എന്ന് വിചാരിച്ചത്, പക്ഷെ അല്ല, നല്ല ഫ്ലഫി ആയിട്ട് നല്ല നമ്മുടെ നാട്ടിലത്തെ അതേ മാംഗോൻ്റെ ടേസ്റ്റോട് കൂടെ. ഇവിടുത്തെ മാംഗോയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ മാംഗോ എന്താ പറയുക, ഭയങ്കര സൈസുള്ള മാംഗോ ആണ് നമുക്ക് കിട്ടാറ്. അത് ഒന്നാമത്തത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടിയ ഫ്രോസൺ ആണ്, പക്ഷെ അതിന് തീരെ മധുരമോ ഒന്നും ഉണ്ടാവാറില്ല. നമ്മുടെ അവിടുത്തെ മാങ്ങയുടെ ടേസ്റ്റ് പോലും ഉണ്ടാവാറില്ല. അങ്ങനെ പക്ഷേ ഇത് കുറച്ചധികം നേരം ബോയിൽ ചെയ്യേണ്ടി വന്നു വെച്ചാലും നല്ല അടിപൊളിയായിട്ട് കിട്ടി. അതിനുശേഷം ഞാൻ അരപ്പുണ്ടാക്കി. ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള മുളകാണ് എടുത്തത്, ബിക്കോസ് ഇവിടെ അതാണ് അവൈലബിൾ. അപ്പോൾ അതെടുത്തു. പിന്നെ ഡ്രൈഡ് കോക്കനട്ടായിരുന്നു. ഫ്രഷ് കോക്കനട്ട് കിട്ടും, പക്ഷേ അത് കൊണ്ടുവന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്, പിന്നെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അത് എടുത്തു. അതിൽ കുറച്ച് ജീരകം ഇട്ടു, നന്നായി ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് എടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടെ നന്നായി, ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തു, അതിനുശേഷം വെള്ളം ചേർത്ത് അരച്ചെടുത്തു. അതിനുശേഷം നല്ല ബോയിലായിട്ടുള്ള ഈ നമ്മളുടെ മാംഗോൻ്റെ ആ മിക്സിലേക്ക് ഈ ഗ്രൈൻഡ് ചെയ്ത മിക്സ്ചർ ഒഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേനും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കിട്ടുന്ന യോഗേർട്ട്, നിങ്ങളുടെ അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള യോഗേർട്ട് അല്ലെങ്കിൽ തൈര് ഉടച്ചതിന് ശേഷം, ഇവിടെ ഉടയ്ക്കേണ്ട ആവശ്യമില്ല യോഗേർട്ട്, അത് കാരണം അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് അടച്ചു വെച്ചു. അത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ താളിക്കാം. ഉലുവയും വെളിച്ചെണ്ണയിൽ ഉലുവ, കടുക്, അതിനുശേഷം എന്താ പറയുക, കറിവേപ്പില, ഇതൊക്കെ ഇട്ട് നന്നായി പൊട്ടുമ്പോഴത്തേനും, എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തോളൂ. അതും കൂടെ ഇട്ട് നന്നായി ഒന്ന് താളിച്ചതിന് ശേഷം അത് ഒന്ന് കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാറാവുമ്പോഴത്തേനും എടുത്ത് നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയ വെറൈറ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.